ഹായ് ഫ്രണ്ട്സ്, ഒന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മലയാളികളുടെ സ്വന്തം പഴംപൊരി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യമായി ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ എടുക്കുന്നു. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ബാറ്റർ ആക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കളറ് ചേർന്നൊന്നും ഞാൻ ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു 3 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ചേർക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. കോഴിമുട്ട വേണമെങ്കിൽ എടുക്കാം, നമുക്ക് താറാമുട്ട വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടും നല്ല സ്പോഞ്ചായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊക്കെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ആ മാവുമായിട്ടൊന്ന് ചേർത്തെടുക്കണം. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പൊടിയെല്ലാം വെള്ളമായിട്ട് യോജിപ്പിച്ച് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. നല്ലപോലെ കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഒരു 5 മിനിറ്റ് മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി അടുപ്പത്ത് ഒരു പാൻ വെക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഏത്തപ്പഴം മുറിച്ച് ബാറ്ററിൽ മുക്കി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏത്തപ്പഴം നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഏത്തപ്പഴത്തെ 3ആയിട്ട് മുറിച്ചാണ് ഞാനിവിടെ മാവിൽ മുക്കിയാണ് വറുത്തെടുക്കുന്നത്. വെറും ലോ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ വറുത്തെടുക്കരുത്, കാരണം എണ്ണമയം അതുമായിട്ട് അങ്ങ് പിടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം.
അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്ത പഴം ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറുവശവും അതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. ഇവിടുന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. ഇനി അത് എണ്ണയിൽ നിന്ന് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയുള്ള ബാറ്ററികളെല്ലാം നമുക്ക് എണ്ണയിൽ തന്നെ മുക്കി പൊരിക്കാവുന്നതാണ്. വൈകിട്ട് നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് നല്ല ചൂട് ചായയും ചൂട് പഴംപൊരിയും നമുക്ക് കഴിക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത്